ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് കുറ്റ്യടി വ്ളോഗ്. എൻ്റെ അനിയൻ സ്ഥലം വാങ്ങിയിട്ട് കുറ്റ്യടി. അപ്പോൾ നമ്മൾ കുറ്റിയടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്ഥലം. ഇതാണ് എൻ്റെ അനിയത്തിയും അമ്മോൻ്റെ മോളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ സ്ഥലം. ആ മുമ്പിൽ കാണുന്നല്ല, അതിൻ്റെ കുറച്ച് തൊട്ട് ഇങ്ങോട്ട് നിന്നാണ് സ്ഥലം. അവർ നേരത്തെ മാർക്ക് ചെയ്തു. പക്ഷെ മാർക്ക് ചെയ്തതിൻ്റെ അടയാളമൊന്നും ഞാൻ പിടിക്കാൻ പറ്റിയില്ല. അതന്നെ അവിടുന്ന് ആ കുട്ടികൾ വരുന്നില്ല, അവിടുന്ന് ഏകദേശം ഇങ്ങോട്ടായിരിക്കും. അങ്ങോട്ട് എന്തായാലും ഇല്ല, കുട്ടികൾ വരുന്നതിൻ്റെ ഈ ഭാഗത്തേക്കേ ഉള്ളൂ. അതെൻ്റെ അനിയനും ഉസ്താദിനോട് വാക്കുവരുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും കുറ്റിയടിക്കാനുള്ളിടത്തേക്ക് പോയി നിൽക്കും. നമ്മൾ പിന്നെ ഉസ്താമാർ വരുന്നതും കൊണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഇപ്പുറ സൈഡിലൊരു പെരയുണ്ട്. അപ്പോൾ ആ പെരക്കായിരുന്നു നമ്മളുണ്ടായത്. കുട്ടികളൊക്കെ ഓടിക്കളിച്ചൊക്കെ നോക്കാനൊക്കെ തുടങ്ങിയിട്ട് നല്ല പ്ലേസുകളും കൊണ്ട്. ഇത് പറഞ്ഞാൽ നമ്മൾ പെരൻ്റെ ബാക്ക് സൈഡ് വരിക. വീട് കിട്ടുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ബാക്ക് സൈഡ് വരുന്ന പ്ലേസാണ്. നല്ല രസമുണ്ട്, നല്ല തണുത്ത കാറ്റുമാണ്. മഴ ഉണ്ടായിരുന്നില്ല, മഴ കുറവായിരുന്നു. അപ്പോൾ അതുപോലെ ഉസ്താമാരൊക്കെ താഴെറങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ അവിടുന്ന് സ്ഥലത്ത് നിന്ന് മാറി നിന്ന് ടച്ച് അങ്ങോട്ട് ഇപ്പം കൂടിയ പേരാണ് കേട്ടോ. നല്ല രസമുണ്ട് ആ പേര, നല്ല വാർപ്പിൻ്റെ പേര. നമ്മളവിടെ നിന്ന് വാക്കൊക്കെ പറഞ്ഞു. ഉസ്താമാരൊക്കെ അവിടെ നിന്ന് വാക്ക് പറഞ്ഞു. ഓരൊക്കെ കുറച്ച് അളക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വൈകിപ്പോയി. അതാ കുറ്റികളൊക്കെ കുറ്റിയടിക്കാനുള്ള സാധനം കൊണ്ടുണ്ട്. എൻ്റെ മാപ്പത ചായം കടിക്കുള്ള സാധനം, അതാ ബാഗ്. അതിൻ്റെ എല്ലാവരും ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇത്രയൊന്നല്ല, ഇനിയും ഉണ്ട്. എനിക്കില്ലേ ഈ വ്ളോഗ് ചെയ്യുമ്പോൾ അതിന് വോയിസ് അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. കുട്ടികളെ സൗണ്ടൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് അങ്ങനെ കൊടുക്കുകയാണ്. ഞാൻ പിന്നെയാണ് വോയിസ് ഇടുന്നത്. അപ്പോൾ വോയിസ് ഇടുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ശരിക്കും പറ്റുന്നില്ല. എന്താ പറഞ്ഞാൽ എന്ത് വോയിസ് എടുക്കണം എനിക്ക് ശരിക്കും ക്ലിയർ ആണല്ലോ. എന്താ പറഞ്ഞാൽ വ്ളോഗൊന്നും അങ്ങനെ ചെയ്തിട്ട് അഭ്യാസമില്ലല്ലോ. അപ്പോൾ ഉസ്താദന്മാരൊക്കെ വന്നു സ്ഥലങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അതാ കുറ്റിയടിക്കുക. അതാ എൻ്റെ മോനാണ് കേട്ടോ കുറ്റിയെടുത്ത് നടക്കുന്നത്. കുറ്റിയടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ എൻ്റെ മുഖം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്ക് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ആളിൽ നിന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം മ്യൂസിക് ഇടട്ടെ, നിങ്ങളതൊന്ന് കണ്ടോളി. അളക്കലൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ജ്യൂസ് കുടിച്ചിട്ട് പോകാം, അവരൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറ്റിയടിക്കാൻ നേരത്തെ നിങ്ങൾക്ക് പുറത്തിറങ്ങിയാൽ പോരെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ സാവനപ്പ് ഉണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റുള്ള സമയത്ത് നല്ല തണുത്ത സാവനപ്പ്. ആർക്കെങ്കിലും ഇങ്ങനെ ഇഷ്ടമുണ്ടോ? തണുത്ത കാറ്റ്, തണുത്ത മഴ, അങ്ങനെയൊക്കെയുള്ള സമയത്ത് തണുപ്പ് കുടിക്കാനും തന്നാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം. എന്താണ് ഞാനും ആ കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഈ പേര ഇപ്പായിട്ട് കൂടിയിട്ടുള്ളൂ. നല്ല വലിയ പേരവും നല്ല സ്റ്റൈലിസ്റ്റ്. അപ്പോൾ ഈ പേര കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. അപ്പോൾ അതാ മോളോട് ഞാൻ ചോദിക്കുകയാണ് എന്താ ഇങ്ങനെ ബലൂൺ വീർപ്പിച്ച് നിൽക്കണമെന്ന് മുഖത്ത്. കാരണം കുട്ടി കരിഞ്ഞ് വാശി പിടിച്ചിട്ടാന്ന് മുഖം അങ്ങനെ കാട്ടി വെച്ചിരുന്നത്. എൻ്റെ മോളൊക്കെ ഉമ്മ എന്നെ ഒന്ന് കാണിക്കുമ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒന്ന് പിടിച്ചത് അങ്ങനെ. അപ്പോൾ അതാ ഇനി അവരെ അളക്കലൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾ ജ്യൂസ് കുടിച്ച് പുറത്തിറങ്ങി, എന്നാലും അവരെ അളക്കൽ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി ഞാൻ ബാക്ക് സൈഡിൽ ഒന്ന് പിടിച്ച് വീഡിയോസ് ഒന്ന് പിടിച്ച് കാട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാവരും ഇങ്ങനെ കുട്ടികളൊക്കെ അവിടെ ഓടി കളിച്ച് മടുത്തിരിക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ ആ ബർത്ത്ഡേ മുട്ടായി കിട്ടിയപ്പോൾ എല്ലാവരും കൈയിട്ട് മാന്താൻ തുടങ്ങി. കുട്ടികളൊക്കെ വന്ന് മുട്ടായൊക്കെ കണ്ടു. അപ്പോൾ അതിപ്പോൾ മുട്ടായൊക്കെ തിന്ന് അപ്പോൾ അങ്ങനെ ദ്വാരക്കൽ ചടങ്ങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ദ്വാരക്കലൊക്കെ കഴിഞ്ഞു. ഇനി കുറ്റിയടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കുറ്റിയടിക്കുന്നുള്ളത് നമ്മളവിടുത്തെ ഉസ്താദിൻ്റെ മജീദ് ഉസ്താദ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറ്റിയൊക്കെ അടിച്ചു. ഇതാ ഉസ്താദും വല്യപ്പവും ഉപ്പവും അനിയനും എൻ്റെ മാപ്പിളും അങ്ങനെ എല്ലാവരും കുറ്റി അടിച്ചു. റാഹത്തായി കുറ്റി അടിച്ചു. എല്ലാം കഴിഞ്ഞ് സമാധാനമായി. അപ്പോൾ കുറ്റി അടിക്കാനുള്ള പരിപാടി അങ്ങോട്ട് നമ്മളത് ചെയ്തു. കുറ്റി അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞിരുന്നു ഉസ്താദ്. അപ്പോൾ നമ്മളെന്താക്കി ചായയും കടിയും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചായയും കടിയും കൊടുത്തു. ഭക്ഷണം പിന്നെ പെരക്കാർക്ക് മാത്രം ആക്കിയിട്ടുള്ളൂ. നമ്മൾ ഉസ്താദ് വേണ്ടാന്ന് പറഞ്ഞതും കൊണ്ട് അപ്പോൾ നമ്മളങ്ങനെ പെരക്കാർക്ക് മാത്രം ആക്കിയിട്ടുള്ളത്. നമ്മൾ പെരക്ക് പോയിട്ട് കഴിച്ചതാണ് കേട്ടോ. നമ്മൾ പെരക്ക് നല്ല ആക്കിയിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇനി ഇവിടുന്ന് പോയതിൻ്റെ ശേഷം ആവില്ലല്ലോ,
കുട്ടിപ്പടിയാനുണ്ട്. ഇത് വെള്ളിയാഴ്ച ജുമാൻ്റെ ശേഷമാണ് കേട്ടോ. വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ഇറങ്ങിയ നേരെ പോയത് സ്ഥലത്തിൻ്റെ അടുക്കാണ്. അപ്പോൾ അങ്ങനെ ആണുങ്ങൾ ഫസ്റ്റ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളെ കൂട്ടാം. നമ്മളവിടെ നിന്ന് 2 വണ്ടി ആളാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ നമ്മളെ കൂട്ടി കൊടുത്തതിൻ്റെ ശേഷം പിന്നാലെ തന്നെ ഉസ്താദുമാർ വന്നിരുന്നു. അങ്ങനെ വെള്ളിയാഴ്ച ജുമാൻ്റെ ശേഷമാണ് കുറ്റിയടി പരിപാടി ഉണ്ടായത്. അപ്പോൾ അനിയനാണ് കേട്ടോ ഉമ്മാനെ വിളിക്കാൻ വരിക. ഉമ്മ വരി കുറ്റിയടിക്കുന്നു മറ്റേ ഉമ്മാനൊക്കെ വിളിക്കാൻ വരികയാണ്. അപ്പോൾ അങ്ങനെ ഉമ്മ നമ്മളൊക്കെ എല്ലാവരും കൂടി അടിച്ചു. ഇതാ അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചായയും ബിസ്ക്കറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചായയും ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് ഉസ്താദന്മാരൊക്കെ കുടിച്ച് എല്ലാവരും കുടിച്ചതിൻ്റെ ശേഷം വീണ്ടും എന്തോ പറയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ വേഗം. അപ്പോൾ അങ്ങനെ നമ്മളിപ്പം വന്ന എൻ്റെ അമ്മായി കേട്ടോ, ഉപ്പാൻ്റെ പെങ്ങളാണിത്. അപ്പോൾ അവർക്കെല്ലാവർക്കും ചായ കൊടുത്തു. ഇത് അമ്മായിൻ്റെ മോള് കേട്ടോ കണ്ടത്. ഇനിയിപ്പോൾ ഉസ്താദന്മാരൊക്കെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉസ്താദന്മാർ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അവർ യാത്ര പറയാണ് കേട്ടോ. പോവുകയാണെന്നൊക്കെ എൻ്റെ മാപ്പിളോട് വിളിച്ച് വാക്ക് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മാപ്പിളൊക്കെ ആദ്യം അറിയാൻ തോന്നുന്നുണ്ട്. അങ്ങനെ വിളിച്ച് വാക്കൊക്കെ പറയുന്നുണ്ട്, എല്ലാവരും പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഇവിടെ എല്ലാവരും വട്ടത്തിൽ നിന്ന് വാക്കൊക്കെ പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഞാനും കൂടി പോയപ്പോഴത്തേനും ഓരോ വാക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറയും. അപ്പോൾ അങ്ങനെ ഉസ്താദന്മാരൊക്കെ ചായ കുടിച്ച് ഉസ്താദും പോയതിന് ശേഷം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിന്നിട്ടോ. അപ്പോൾ അവിടെ നോക്കുന്നുള്ളത് കുട്ടികൾ 2 കൂടി വെക്കണത്. എൻ്റെ മോന് പറഞ്ഞുതരാൻ വന്നിക്കുക. പിങ്ക് ഫർദർ ഇട്ടില്ലേ, ഓളെ മോന് ഇവനെ കാട്ടിന്ന്, എൻ്റെ മോനെ കാട്ടിന്ന് പറയാൻ വന്നിക്കട്ടോ. ഇനിയിപ്പോൾ അത് അവിടുത്തെ ഇനിയിപ്പോൾ ഞാൻ ആദ്യം ഓനെ അടിച്ചാലുള്ളൂ ഇവിടെ പ്രശ്നം തീരുക. അപ്പോൾ ഓൻ എന്താക്കിയെന്ന് ഇവിടെ പറഞ്ഞ കൗത്തിൻ്റെ ഇവിടെ ബാഗ് പിടിച്ചിരുന്നു. അപ്പോൾ അതുപോലെ ഒന്നും അങ്ങോട്ട് പിടിച്ചപ്പോൾ ഇവനക്കും സമാധാനമായി. ഒന്നങ്ങോട്ട് കൊടുത്താലല്ലോ ഇനി അടുത്തൊന്നും ഉണ്ടാണ്ടിക്കുള്ളൂ. അപ്പോൾ അതുപോലെ അവിടെ ഓൻ എന്തൊക്കെയോ മൂളൊന്നൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല. ശ്രദ്ധിച്ചാൽ ഞാൻ പിന്നും കൊടുക്കലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കാൻ പോയിട്ടില്ല. അപ്പോൾ അതുപോലെ നമ്മളെല്ലാവരും ചായ പിടിച്ചു. വെല്ലിപ്പാക്കും വെല്ലിമ്മക്കും ചായ കൊടുത്തില്ല ആരും. അപ്പോൾ അതാ പറഞ്ഞിട്ട് വെല്ലിപ്പാക്കും വെല്ലിമ്മക്കും ആരും ചായ കൊടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ വെല്ലിമ്മക്ക് ചായ കൊടുത്തിട്ടില്ല എന്ന് ഫസ്റ്റ് കേട്ടു. അപ്പോൾ ഞാൻ വെല്ലിമ്മക്ക് ചായ എടുക്കാൻ പോയപ്പോഴാണ് അനിയത്തി പറഞ്ഞത് വെല്ലിപ്പാക്ക് ചായ കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ചായ അങ്ങനെ വെല്ലിപ്പാക്കും കൊടുത്തു വെല്ലിമ്മക്കും കൊടുത്തു. അപ്പോൾ അങ്ങനെ കുറച്ച് റീൽസൊക്കെ എടുക്കാനുണ്ടായി. അപ്പോൾ അങ്ങനെ റീൽസൊക്കെ എടുത്തു. എന്താ മക്കൾക്ക് നല്ല വിശന്നിട്ടുണ്ട്. എന്താ ചോറ് കഴിക്കേണ്ട സമയമാണല്ലോ. അപ്പോൾ നല്ല വിശന്നിട്ടുണ്ട്. അപ്പോൾ ചായയും ബിസ്ക്കറ്റും കുടിക്കവർ. അപ്പോൾ അത് അമ്മായിൻ്റെ മോളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ചായ എല്ലാം കുടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ കുറ്റിയടി പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും നോക്കി നിൽക്കുക. ഇവിടെ ഒരാൾ കാട്ടുന്നത് ഓക്കന്നല്ല, ഓൾ എന്താ കാട്ടിയെന്ന് നോക്കാൻ അറിയില്ല കേട്ടോ. ഓളിപ്പോൾ ഈ വീഡിയോ നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞാനിങ്ങനെയൊക്കെ കാട്ടിയെന്നോന്ന് ഓളെന്ന് വിചാരിക്കുക. അപ്പോൾ അതാ ഓളെ മൂത്ത മോളാണിത്. കുട്ടികൾക്കൊക്കെ നല്ല വിശന്നിട്ടിരിക്കുന്ന ആ വിരുത്താണിത് കാണുന്നത്. അപ്പോൾ നമുക്ക് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം റെഡിയാക്കി പോയതെന്ന് പറഞ്ഞില്ലേ. ബിരിയാണി, പായസം, പിന്നെ കച്ചമ്പർ, ഇത്ര ഐറ്റമാണ് നമ്മൾ ആക്കിയിട്ടുണ്ട്. ഉസ്താമാർക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഉസ്താമർക്ക് നമ്മൾ ആക്കി കൊടുത്തില്ല, ചായം കടിയും കൊടുത്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളത് പെരക്കൊന്നുമില്ലായിരിക്കും, നല്ല വേസ്റ്റ് സമയമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വന്നതും ഫസ്റ്റ് ചോറ് വെച്ചു. ഫസ്റ്റ് ചോറ് കൊടുത്തത് വെല്ലിപ്പാക്കട്ടോ. വെല്ലിപ്പാക്ക് കറക്റ്റ് സമയത്ത് വേണം, എന്നാണെങ്കിൽ സമയം വൈകും ചെയ്തിരുന്നു. അപ്പോൾ പായസം കുടിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ബൈ ബൈ.